നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മയുടെ അഖില ശ്യാമേ, എടുത്തേ ശ്യാമേ. മോളെ അമ്മേ, മോളെ മോള് എത്രയോ വട്ടം അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വിളിച്ചതില് ഏറ്റവും മധുരമായി തോന്നിയത് ഇപ്പൊ വിളിച്ചതാ. മോളുടെ ശബ്ദം തിരിച്ചു കിട്ടിയതിൽ അമ്മയ്ക്കാണ് മോളെ ഏറ്റവും സന്തോഷമായത്. ഐശ്വര്യടുത്തി, സത്യം പറഞ്ഞ ഞാൻ എന്തുമാത്രം പ്രാർത്ഥന നടത്തിയെന്നറിയോ ശ്യാമയുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ? ഒക്കെ അറിയാം ഐശ്വര്യടുത്തി. ഏതായാലും മോളുടെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടം, ഒരു ദുസ്വപ്നം കണ്ടു ഉണരും പോലെ തോന്നുന്നേ. മോളെ ആ ആരതി ഇങ്ങെടുത്തോണ്ട് വാ. എന്നാലും ഇത്രയും വേഗത്തിൽ എങ്ങനെയാ ശബ്ദം തിരിച്ചു കിട്ടിയേ? കൃഷ്ണൻ അമ്മ എനിക്ക് ശബ്ദം തിരിച്ചു തന്നത്. മോളെ, എല്ലാ ദോഷങ്ങളും മാറട്ടെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മോളോട് പറയാം. ഈ തള്ള സ്വത്തും പണമൊക്കെ ഇവൾക്ക് എഴുതി കൊടുക്കാൻ പോകണം. ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായല്ലോ. മക്കള് വാ. ശ്യാമേ, ഐശ്വര്യടുത്തി, എന്താ അഖിലേ? ശ്യാമയ്ക്ക് ഇത്രയും വേഗത്തിൽ ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് കരുതിയില്ലല്ലേ? എന്താ? നിങ്ങൾ ഒന്നോർത്തോ, എപ്പോഴും അവസാന വിജയം നന്മയ്ക്കായിരിക്കും. നിങ്ങളുടെ കൂടെ ദുഷ്ടന്മാരേ ഉള്ളൂ, ശ്യാമയുടെ കൂടെ ദൈവമുണ്ട്. എന്തൊക്കെയാണോ നീ പറയുന്നേ? കള്ളം ചെയ്യുന്നവരെ അവരറിയാതെ ചില തെളിവുകൾ ഇട്ടേക്കും. ആ തെളിവിൽ പിടിച്ച് ഞാൻ സകലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ എന്നെ കുറ്റവാളിയാക്കരുത്. ശബ്ദിച്ചു പോരുത്. നിങ്ങൾ എന്റെ ഏട്ടന്റെ ഭാര്യയായി പോയി. അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ ഇതിനൊക്കെ മറുപടി തന്നേനെ. ഐശ്വര്യടുത്തി, ഇനിയും എന്നെ ദ്രോഹിക്കാൻ വന്നോ ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. ഇതൊക്കെ താൽക്കാലികമായി രക്ഷപ്പെടല. എന്റെ യഥാർത്ഥ മുഖം കാണാൻ പോകുന്നുള്ളൂ രണ്ടുപേരും. മാഡം, മാഡം കൈമാറ്റൂ.
സ്പൈസസിന്റെ വൈസ് ചെയർപേഴ്സൺ ആയത്. നന്നായിട്ടുണ്ട് മോളെ. അഖിൽ സാർ, അയ്യോ ഇനി അവിടെ പോണം. ആരാ അമ്മ? ആരാ ഇത്? ഇവളെ കളിയാക്കി തകർക്കണം. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. വയറ് വേദനിക്കുക. എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല അമ്മേ. ഞാനിപ്പോ ചിരിച്ചേ ശ്വാസം മുട്ടിച്ചാവും. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ മരുമോളല്ലേ ശ്യാമ. ഒന്ന് പറഞ്ഞ് വിലക്കിക്കൂടായിരുന്നോ? ഇതുപോലെ കോപ്രാക്കി കാണിക്കാൻ എന്തിനാ സമ്മതിച്ചേ? പാടത്തെ കോലം വെച്ചതുപോലുണ്ട്. മോളെ, അങ്ങനെയൊന്നും പറയാതെ. ശ്യാമ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഈ തള്ള ഇവളെ വലയിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. കമ്പനി ഹെഡല്ലേ, കുറച്ച് മോഡേൺ ആയിട്ട് തന്നെ വേണം ഗെറ്റപ്പ് ഒക്കെ. ഇതാണോ ഗെറ്റപ്പ്? അമ്മേ, ഇത് കോമാളിത്തരവാ. അയ്യേ, തലമുടിയൊക്കെ മൈക്കോല് പോലുണ്ട്. ഐശ്വര്യ, അങ്ങനെയൊന്നും കളിയാക്കാതെ. ശ്യാമ നന്നായിട്ടുണ്ട്. മോളെ, 2-3 ദിവസം കൊണ്ട് മോൾ ഇതുമായിട്ട് പൊരുത്തപ്പെടും. ഹലോ. അയ്യേ, മഹാ ബോറായിരിക്കുന്നു. അതെ, അമ്മയ്ക്കൊക്കെ പ്രായമായി. അതുകൊണ്ട് ഇപ്പോഴത്തെ ഫാഷൻ അമ്മയ്ക്ക് അറിയില്ല. അയ്യേ, ഇല്ലില്ല, ഇതൊട്ടും ചേരില്ല നിനക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.